സ്വന്തം മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് വിശ്വാസമല്ല, അത് ഭ്രാന്താണ്, തീവ്രവാദമാണ് എന്ന് ജോർജ് കൂവക്കാട് പിതാവും റോയ് കണ്ണഞ്ചിറ അച്ഛനും പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് നിങ്ങളുടെ വിയോജിപ്പ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പലരും ജോർജ് കൂവക്കാട് പിതാവിനെയാണ് ആക്രമിച്ച് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആദ്യം പറഞ്ഞത് റോയ് കണ്ണഞ്ചിറ അച്ഛനാണ് കേട്ടോ. അതിനുശേഷം കർദിനാള് അതിനെ പിന്തുണച്ചുകൊണ്ട് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇത് ഏത് പശ്ചാത്തലത്തിലാണ് പറയുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. നൈജീരിയയിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ, നൈജീരിയയിലെ ക്രൈസ്തവ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് റോയ് കണ്ണഞ്ചിറ അച്ഛൻ ഇത് പറയുന്നത്. അതായത് അപരമത വിദ്വേഷം, അപരമതത്തിലുള്ളവനെ ഉന്മൂലനം ചെയ്യുന്ന ലെവലിലേക്ക് എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് എത്തുന്നിടത്താണ്. അതിനെയാണ് റോയ് കണ്ണഞ്ചിറ അച്ഛൻ വിമർശിക്കുന്നത്. അതിനെയാണ് അച്ഛൻ പറയുന്നത് എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നത് വിശ്വാസമല്ല, തീവ്രവാദമാണ് എന്ന്. അച്ഛൻ പറയുന്നത് തന്നെയാണ് 100% ശരി. നമ്മൾ ക്രൈസ്തവർ അച്ഛനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഏതായാലും എൻ്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കഴിഞ്ഞൊരു ദിവസം എൻ്റെ അമ്മച്ചി, അതായത് ഗ്രാൻഡ് മദർ മരിച്ചതിൻ്റെ 24ാം ചരമവാർഷികത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. അതിനടിയിൽ വന്നൊരു കമൻ്റാണിത്. ഇത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല കേട്ടോ, അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു കുടുംബമായിരുന്നു, മാത്രമല്ല ഒരു കുടുംബ പേരിലാണ് അറിയപ്പെട്ടത്. ഞാൻ ഇതിനെ മതസാഹോദര്യം എന്ന് വിളിക്കാനല്ല ഇഷ്ടപ്പെടും, വെറുതെ സാഹോദര്യം എന്ന് മാത്രമാണ് വിളിക്കാൻ ആഗ്രഹിക്കും, വിത്തൗട്ട് എനി ക്വാളിഫയർ. ഈ ഒരു സാഹോദര്യ മനോഭാവം കൈവിട്ടു പോകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. എന്ന് വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യരുത് എന്നാണ്? ഒരിക്കലും അല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു സംവദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണല്ലോ ഈ സാഹോദര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അങ്ങ് കൈയും കെട്ടി അംഗീകരിച്ചോണം എന്നുള്ള ലൈൻ അല്ലല്ലോ. അത് മാത്രമല്ല, ഇവിടെ കാര്യങ്ങൾ അത്രയ്ക്ക് സ്ട്രേറ്റ് ഫോർവേഡ് അല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവിടെ ചില വർഗീയ തീവ്രവാദ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ശക്തമായ ചരടുവലികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഞാനെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു ക്രൈസ്തവ വിദ്യാലയത്തിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ഒരു തീവ്രവാദ സംഘടന തുനിഞ്ഞിറങ്ങിയപ്പോൾ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ അങ്ങോട്ട് തലയും കുനിച്ച് കേട്ടോണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൃസംഖിയും സംഖ്യയുമാക്കുമെന്ന് പറയുന്നവരോട് എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങ് കൃസംഖി ആക്കിക്കോ, ഞാൻ ഇവിടുത്തെ 916 കൃസംഖിയാടാ എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്തണമെന്നോ വെള്ളം ചേർക്കണമെന്നോ അല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ കൂവക്കാട് പിതാവിനെ എതിർക്കുന്ന കാസക്കാര് പോലെയുള്ളവര് കാള പെട്ടെന്ന് കേട്ട ഉടനെ കയറെടുക്കുക എന്നേ പറയാനുള്ളൂ. എന്തിനാണ് അച്ഛന്മാരും കന്യാസ്ത്രീകളും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും കൂവക്കാട് പിതാവിനെതിരെ വിമർശനങ്ങളുമായിട്ട് വരുന്നത്. അതായത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവിനെ നിങ്ങൾ തള്ളിക്കളയുന്നു എന്നൊക്കെയാണ് ഇവരുടെ പരിദേവനങ്ങൾ. ഒരു കാര്യം വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ, കാസയുടെ പല പ്രവർത്തനങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല, കാസ ഒരു തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ പറയുന്നവരെ ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുമുണ്ട്. കാസ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് തെളിവുണ്ടോ എന്ന് അവരെ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, സഭയെ ഉള്ളിൽ നിന്നും കാർന്നു നിന്ന് നശിപ്പിക്കുന്ന ക്യാൻസറാണ് കാസ. അതായത് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ, അർദ്ധസത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇത്തരം ദുഷ്പ്രചരണങ്ങൾ സഭാ സംവിധാനങ്ങൾക്കെതിരെ തന്നെ നിങ്ങൾ അഴിച്ചുവിടുമ്പോൾ അത് സഭയെ ഉള്ളിൽ നിന്ന് തന്നെ തുരങ്കം വയ്ക്കുന്ന, നശിപ്പിക്കുന്ന ക്യാൻസർ കണക്കുള്ള പ്രവർത്തനങ്ങളാണ്. കാസയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സഭയ്ക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ വിശ്വാസം തെറ്റാണ് എന്ന് എവിടെയെങ്കിലും സമ്മതിക്കണമെന്നല്ല അവർ പറയുന്നത്. സ്വന്തം വിശ്വാസം ശരിയാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ പ്രോഗ്രാമിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്.
പക്ഷേ മറ്റു വിശ്വാസങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ലെവലിൽ സ്വന്തം വിശ്വാസം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. മറുനാടൻ ഷാജിനെ പോലെയുള്ളവർ പലപ്പോഴും ഈ ഒരു പ്രസ്താവന പലപ്പോഴും ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്വന്തം മതം മാത്രമാണ് ശരി എന്ന് പറയരുത് എന്നുള്ളത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലും എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണ്. എല്ലാ വിശ്വാസത്തിലും ശരിയും തെറ്റുകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. മറ്റ് മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. മതം വിട്ട് യുക്തിവാദികളായവർക്ക് മാത്രമേ മറ്റു വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ എന്നൊക്കെ രീതിയിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഈ രീതിയിലല്ല. നമ്മൾ സ്വന്തം വിശ്വാസം ശരിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അന്യമതസ്ഥരുമായിട്ട് സംവദിക്കുന്നത്. പക്ഷേ പരിപൂർണ ബഹുമാനത്തോടെ ആണ് എന്ന് മാത്രം. ഉദാഹരണത്തിന് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് യേശു ദൈവമാണെന്നാണ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്നാണ്. എന്നാൽ ഇസ്ലാം വിശ്വാസപ്രകാരം യേശു ദൈവമല്ല, ഒരു സാധാരണ പ്രവാചകനാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുന്നത്? അല്ലേ, രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല. ഒന്നുകിൽ ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് ശരി, അല്ലെങ്കിൽ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ശരി. പക്ഷെ വേറൊരു ചാൻസ് കൂടിയുണ്ട്, രണ്ടും തെറ്റാവാം. രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശുവിൻ്റെ അമ്മ മറിയം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ സ്ത്രീയായിരുന്നു. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം യേശുവിൻ്റെ അമ്മ മറിയം എന്ന് പറയുന്നത് യേശുവിനും 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയുടെയും അഹറോൻ്റെയും സഹോദരിയായ മിറിയാം, അതായത് മോശയുടെയും അഹറോൻ്റെയും അപ്പനായ അമ്രാം, അതായത് ഇമ്രാൻ എന്ന് മുസ്ലിംസ് പറയുന്ന ഇമ്രാൻ്റെ മകളായ മിറിയാം ആണ് യേശുവിൻ്റെ അമ്മ എന്നാണ് ഖുർആനിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ളത്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുന്നത്? ഏതെങ്കിലും ഒന്നല്ല ശരിയാവും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്ക് തന്നെ വേണ്ടേ? അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല നമ്മളിവിടെ പറയുന്നത്. തീർച്ചയായും നമ്മൾ എന്ത് വിശ്വസിക്കുന്നതോ അത് ശരിയാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവേണ്ടത് തന്നെയാണ്. ഈ ഒരു കൺവിക്ഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ച ചെയ്യുക, ഡിബേറ്റിന്, സംവാദങ്ങൾക്ക് വിധേയമാക്കുക. എന്നാൽ നമ്മുടെ ആശയങ്ങളെ സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം വകവെച്ച് നൽകിക്കൊണ്ടാണ് നമ്മൾ ക്രൈസ്തവരെല്ലാവരും സംവാദങ്ങൾക്ക് വരാറ്, അല്ലേ? നമ്മൾ പറയുന്നത് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ആരെയും ഉന്മൂലനം ചെയ്യാൻ പോകാറില്ല. പക്ഷേ എത്രയൊക്കെ മാന്യത കാണിച്ചാലും നമ്മളെ വർഗീയവാദികളും സംഘികളും കൃസംഘികളും ഒക്കെ ആക്കാനായിട്ട് വരുന്നവരോട് പോയി പണി നോക്കാൻ പറയുക. നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്നവരുടെ വർഗീയ അജണ്ടകൾക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ട കാര്യമൊന്നുമില്ല. ഓർക്കുക, നമ്മളും കൂടി ഉണ്ടെങ്കിലേ ചർച്ചകൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഒരു ഡയലോഗ് നടക്കണമെങ്കിൽ മറുഭാഗത്ത് ഞാനും കൂടെ ജീവനോടെ ഉണ്ടാവണം. അപ്പം ഇത് റോയി കണ്ണഞ്ചിറാച്ചൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. നമ്മളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ചുട്ട മറുപടി നൽകുക എന്നുള്ളതിലാണ് ഞാൻ വ്യക്തിപരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മൗനം പാലിക്കാതെ സത്യം തുറന്നു പറയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ വീഡിയോയിൽ റോയി കണ്ണഞ്ചിറാച്ചൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ, വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങളുടെ ആത്മവിശ്വാസം തകരാതെ സൂക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഒരു കടമയും നമുക്കുണ്ട്. നമ്മുടെ ശത്രുക്കൾ നമ്മെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് നടത്തുന്ന വിഷലിപ്തമായ ആക്രമണങ്ങളുടെ മുന്നിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം നമ്മൾ ഇല്ലാതാക്കരുത്. ഇവിടെയൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും സാധ്യമായ ഇടങ്ങളിലെല്ലാം സമാധാനവും സാഹോദര്യവും നിലനിർത്താനുള്ള ബാധ്യതയും നമുക്കുണ്ട്. എല്ലാവർക്കും ഒരേ ദൗത്യമല്ല ഉള്ളത്. ഞാനിവിടെ ദുഷ്പ്രചരണങ്ങൾക്കും കള്ളക്കഥകൾക്കും മറുപടി കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് പക്ഷേ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാനായിരിക്കും സാധിക്കുക. നമുക്കെതിരെ വിഷലിപ്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സമാധാനത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞുപോയി എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല.
സംവാദങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ആരെയെങ്കിലും ഉടനെ തന്നെ പിടിച്ച് മതം മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് അറിയാനും അറിയിക്കാനുമായിരിക്കണം നമ്മുടെ സംവാദങ്ങൾ. ഞാൻ മാത്രമാണ് പൂർണ്ണമായും ശരി, മറ്റവരെല്ലാവരും പൂർണ്ണമായും തെറ്റ് എന്ന മുൻവിധിയോടുകൂടി നമുക്ക് ചർച്ചയ്ക്കിരിക്കാനാവില്ല. അവരിലുള്ള സത്യത്തിൻ്റെ അംശങ്ങൾ കൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതിനർത്ഥം എനിക്കെൻ്റെ ശരി, നിനക്ക് നിന്റെ ശരി എന്നുള്ള ആപേക്ഷികതാവാദം ഞാൻ അംഗീകരിക്കുന്നുവെന്നല്ല. മോറൽ റിലേറ്റിവിസം അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ ശരികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പിന്നെ ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സത്യം ആപേക്ഷികമാണെങ്കിൽ പിന്നെ അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടുനീതിക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. മതാന്തര സംവാദങ്ങളെക്കുറിച്ചുള്ള ശരിയായ അവബോധം സഭാ സംവിധാനങ്ങളിൽ കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഈ വിഷയത്തിൽ എന്തുമാത്രം ധാരണക്കുറവുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ പല കമൻറ്റുകളും കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിന് പരിഹാരം ഇത്തരം ചർച്ചകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങളിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇത്തരം മതാന്തര സംവാദങ്ങൾ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുള്ളതാണെങ്കിലും പലരുടെയും കമൻറ്റുകൾ കണ്ടാൽ അവർ ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വിശ്വാസികളിൽ ഒരു നല്ല സമൂഹം ഒരു തരം ഡിഫെൻസീവ് മോഡിലേക്ക് മാറുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന സുവിശേഷ മൂല്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്.